ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമോ 3 ദിവസമോ അങ്ങാണ്ടായി വീഡിയോസ് ചെയ്തിട്ട്. അപ്പം ഞാൻ വീഡിയോസ് അപ്പപ്പോൾ അപ്ഡേഷൻ തന്നിട്ടില്ല വെച്ചാൽ എൻ്റെ എനിമികൾ എന്തൊക്കെയാ ഗോസിപ്പുകൾ ഇറക്കുന്നതെന്നറിയോ? അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അപ്പപ്പോൾ അപ്ഡേഷൻ തന്നിട്ടില്ല വെച്ചാൽ ഗോസിപ്പുകളൊക്കെ എപ്പോൾ വന്ന് പെട്ടു എന്ന് ചോദിച്ചാൽ മതി. അപ്പം നമ്മൾ അപ്പപ്പോൾ ഉള്ള അപ്ഡേഷൻ അപ്പപ്പോൾ നമ്മൾ തന്നേ പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. കാരണം അത്യാവശ്യം ഫോളോവേഴ്സുള്ള ചാനൽ ആണ് എൻ്റേത്. ചാനലാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ലോങ് ലെങ്ത് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. അപ്പം ഈ 2 എണ്ണത്തിലാണെങ്കിലും എന്നെക്കുറിച്ച് അറിയാൻ ആകാംക്ഷഭരിതമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡെയിലി ഒരു വീഡിയോസെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കും ഞാൻ. പക്ഷേ എന്താ സത്യാവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല എന്നുള്ള ഒരൊറ്റ സത്യാവസ്ഥയാണ്. ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത്തും രണ്ടാമത്തും മൂന്നാമത്തെന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരൊറ്റ കാരണമേ എനിക്കുള്ളൂ. വരയ്ക്കാൻ ഓർഡർ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ ആണെങ്കിലും വരയാണെങ്കിലും ഒക്കെ. അപ്പം വരയിലൂടെ തന്നെ എനിക്ക് വരുമാനം കിട്ടുമ്പം പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയും വന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എനിക്ക്. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരാനിപ്പോൾ നല്ല മടിയുള്ള ഒരാളാണ്. ഒന്നാമത് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയാലേ നമ്മൾ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം പുറത്തിറങ്ങൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫോട്ടോ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഡെയിലി ഈ കൊറിയർ ചെയ്യുന്നതിൻ്റെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇപ്പം തന്നെ എന്ന് വെച്ചാൽ നിലവിൽ 2 ഫോട്ടോസ് ഒരുമിച്ച് ചെയ്യാണ്. നാളേക്ക് 3 ഫോട്ടോ റെഡിയാക്കേണ്ടതായിരുന്നു. പക്ഷേ ഒന്ന് റെഡിയായി, ഒന്ന് പകുതിയായി, ഒന്നിട്ട് വരച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചൊന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു. ആ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നതാണ്. അതാണ് ശബ്ദമൊക്കെ ശരിയാവാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ അപ്പം ഉള്ള അപ്ഡേഷൻ തന്നിട്ടില്ല വെച്ചാൽ എൻ്റെ എനിമികൾ പറയും ജിസ്ന വാറൻറ്റിൽ അല്ല സോറി വാറൻ്റ് ആയിരുന്നില്ല, ജയിലിലായി, ജിസ്ന റിമാൻഡിലായി, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് ഞാൻ കൈകൊട്ടി ചിരിക്കാൻ കുറച്ച് ആൾക്കാരും ഉണ്ടേ, അത് പറയണ്ടല്ലോ. അതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടടേ എന്ന് പറയാൻ. എൻ്റെ വണ്ടി അവിടെ കണ്ടു, എൻ്റെ വണ്ടി ഇവിടെ കണ്ടു, എൻ്റെ വണ്ടി മറ്റിടത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ ജയിലിലായി എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ജയിലിൽ തന്നെയാണ്. പുളിയരിക്കുന്നത്ത് എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളുണ്ടാക്കിയ ജയിലിൽ തന്നെയാണ്. അവിടുന്ന് ഞാൻ റിലീസായിട്ടൊന്നുമില്ല. ഇവിടെ തന്നെയാണ് ഞാനുള്ളത്. അപ്പം ഇവിടുന്ന് റിലീസാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം എന്ന് പറഞ്ഞത് കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഗോസിപ്പുകളാണ് ഇറക്കുന്നത്. എനിക്ക് ഇവരുടെ വീഡിയോസ് തന്നെ കാണാൻ നേരം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ ലിങ്ക് അയച്ച് തരുന്നുണ്ട്. പക്ഷേ ആ ലിങ്ക് പോലും ഞാൻ നോക്കാറെന്ന് വെച്ചാൽ കിടക്കുന്ന സമയം എന്ന് പറയാനും അപ്പോൾ 1 മണി 2 മണി ഈ ഒരു സമയത്തൊക്കെയാണ്. അപ്പോൾ ഈ ലിങ്ക് കണ്ടിട്ട് ഫുള്ളായിട്ട് കാണാനോ ഇതിൽ എന്താണ് കണ്ടൻറ്റ് പറയുന്നതെന്ന് കേൾക്കാനോ നേരെ എനിക്ക് ഉണ്ടാവില്ല. അതാണ് സത്യാവസ്ഥ. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വീടൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനിയൊരു സ്വപ്നവും കൂടി ഉണ്ട് സാധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറകെ ഓടുകയാണ്. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ കൂടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തേക്ക് എടുക്കരുത് എന്നെനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ വേറൊരാഗ്രഹവും കൂടി സാധിക്കുന്നുണ്ട്. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് എന്താ പറയുക, എൻ്റെ ആധാറും എൻ്റെ നമ്പറും തമ്മിൽ ലിങ്കല്ല എന്ന് പറഞ്ഞിട്ട് ഇതെന്തോ ലിപ്സ്റ്റിക്കിൻ്റെ അപ്പം ലിങ്കല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരാഗ്രഹം അവിടെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ആ ഒരാഗ്രഹം സാധിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെട്ടുള്ള ഒരാഗ്രഹമാണ്.
അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഒരു തല വരച്ചിട്ട് ഒരു കാര്യം നിറവേറ്റണമെന്നുണ്ട്. അതിനുള്ള നെട്ടോട്ടം വേറൊരു തല. അപ്പോൾ ഇങ്ങനെ ഓടടാ ഓട്ടത്തിൻ്റെ ഇടയിൽ കൂടിയ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളോട് എൻ്റെ വിശേഷങ്ങൾ പറയാൻ എന്നോട് വിട്ടുപോവുകയാണ് സത്യം പറയാച്ചാൽ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡൗൺ ആയി പോവും. അപ്പം ആ ഡൗൺ ആവരുത്. കാരണം അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചാനലാണെങ്കിലും ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ വേറെ ചിലർക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ ലക്ഷങ്ങൾ കോടികളൊക്കെ വരുമാനം നേടുന്ന എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ട്. ആ ചാനൽ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ലക്ഷങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ചുമ്മാതാ. ഇങ്ങനെ ബൈ വൺ ആയിട്ട് നമുക്ക് കയറി പോരാവുന്ന പടവുകളാട്ടോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ ഇരിക്കുന്നതിൻ്റെ മുമ്പ് കാല് നീട്ടാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 2-3 ദിവസത്തേക്ക് 2-3 ദിവസത്തേക്കെന്നല്ല, നാളെയും മറ്റന്നാളും കൂടിയും എനിക്ക് വർക്ക് ചെയ്ത് തീർക്കണം. 4-ാം തീയതി ഒരു ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു അമ്പലത്തിൽ പോകാനുണ്ട്. ഏത് അമ്പലമാണ് എങ്ങനെ അമ്പലം എന്നൊക്കെ ഉള്ളത് മുൻകൂട്ടി ഞാൻ പറഞ്ഞാൽ അപ്പോഴേക്കും അവിടെ കോളെത്തും. നിങ്ങളെന്ത് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഞാൻ അമ്പലത്തിൽ കയറ്റുന്നത്? നിങ്ങളെന്ത് വിചാരിച്ചിട്ടാണ് ഓളോട് ഫോട്ടോ വാങ്ങുന്നത്? നിങ്ങളെന്ത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ അങ്ങനെ ചെയ്യൂ, നിങ്ങളെ അമ്പലം എങ്ങനെ ചെയ്യൂ, നിങ്ങളെ അമ്പലം അങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കോള് പോകും. കാരണം പലരെയും വിളിച്ച കോളുകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോകാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഗുരുവായൂർ ഒന്ന് കയറണം. ഗുരുവായൂർ പോകുന്ന ഗുരുവായൂരും ഇതും രണ്ടും 2 റൂട്ടാണ്. പക്ഷേങ്കിൽ എനിക്ക് ഒരേ റൂട്ടിൽ സഞ്ചരിക്കാനാണ് താല്പര്യം. ആദ്യം ഗുരുവായൂരപ്പനെ കാണുക, എന്നിട്ട് ഞാൻ പറഞ്ഞ ആ അമ്പലത്തിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് 21-ാം തീയതിയാണ് പിന്നെ ഒരു പ്രോഗ്രാം ഉള്ളത്. അത് എന്താണെന്നുള്ളത് എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയ ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. കുറേയൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ പ്രോഗ്രാമുകളല്ല, ഒരുപാട് ഷൂട്ടും ഈ ഷോർട്ട് ഫിലിമും സിനിമയുടെ കാര്യങ്ങളും അങ്ങനത്തതൊക്കെ വരുന്നുണ്ട്. അതിലേക്കും കൂടി ഒന്നും പോകാൻ ഇനിയൊക്കെ എനിക്ക് കണ്ണനെ വിട്ടിട്ടുള്ളൊരു ലോകമില്ല, അതാണ്. അപ്പം കണ്ണനെ വിട്ടിട്ട് നമുക്ക് പൈസ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ കണ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത് അതൊരു ലഹരി തന്നെയാണ്. ആ ലഹരിയിൽ നിന്നും എനിക്ക് പിന്മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നോ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ തന്നെ ആക്റ്റീവായാൽ മതി. യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്ന വരുമാനം മതി എനിക്ക് എൻ്റെ കുടുംബം സുന്ദരമായിട്ട് കഴിഞ്ഞു പോകാൻ. പക്ഷേ ഞാൻ അത് നോക്കാതെ കണ്ണനിൽ നിന്നും ഒരു മാസം എനിക്ക് എത്ര വരുമാനം കിട്ടുന്നോ ആ വരുമാനത്തിൻ്റെ ഒരു പങ്ക് മാത്രമേ ഞാൻ വീട്ടിലോട്ട് എടുക്കാറുള്ളൂ. അതിൽ കിട്ടുന്ന സന്തോഷം വേറെ ഒരു യൂട്യൂബിൽ നിന്നാണെങ്കിലും ഒരു ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും കിട്ടിയാലും എനിക്ക് വലിയൊരു ഇത് വരില്ല. അതുകൊണ്ടാണ്. അപ്പം ഇതാണ് മെയിനായിട്ട് കാര്യം. ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വരാത്തത്. ഇനി ഞാൻ എന്തെങ്കിലും ന്യൂ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുക എന്നല്ലാതെ വീഡിയോസ് കുറവായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയൊരു സ്വപ്നത്തെ ഞാൻ തലയിലേന്തി നടക്കുന്ന ഒരാളാണ്. അത് കണ്ണൻ സാധിപ്പിച്ച് തരുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. അതിനനുസരിച്ചുള്ള ഓർഡറും എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഓർഡർ വന്നിട്ട് തന്നെ കാര്യമില്ലല്ലോ, ഇതൊക്കെ വരച്ച് തീർത്ത് കൊടുക്കുകയും കൂടി ചെയ്യണ്ടേ. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു തത്രപ്പാടിലാണ് ഞാൻ. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറയുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവൾ സ്ക്രോൾ ചെയ്തിട്ട് പോവുക. സ്പീഡ് പറയുമ്പോൾ നാക്ക് തെറ്റിപ്പോയതാണ് ഗൈസ്. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ സ്ക്രോൾ ചെയ്തിട്ട് പോവുക. വേറെയും ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മതിയല്ലോ. എന്നെ കാണണമെന്ന് തന്നെ വാശി ഞാൻ പിടിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ, എൻ്റെ എനിമികളാണെങ്കിൽ പോലും എന്താണ് ഞാൻ പറയുന്നതെന്ന് കേൾക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കേട്ട് കഴിഞ്ഞിട്ട് കുറ്റം പറയാനേ അവർക്ക് നേരം ഉണ്ടാവുള്ളൂ. അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.